അവർക്ക് സ്വന്തമായിട്ട് ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ബോട്ടാണ്. ഈ സീലുകൾ ഭയങ്കര മടിയന്മാരാണ്. പെൻഗുനെയൊക്കെ ഇടയ്ക്ക് എടുത്ത് അടിച്ചു കളയും. ആ ഇരിക്കുന്ന കപ്പലിലെ ക്യാപ്റ്റൻ ഞങ്ങളിങ്ങനെ വീഡിയോ എടുക്കാനും അതിൻ്റെ കണ്ടന്റ് ഷൂട്ട് ചെയ്യാനൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊക്കെ അറിയാതെ കവിതകളൊക്കെ വിരിഞ്ഞു പോകും. പുറകെ നോക്കുമ്പോൾ തവള, സൈഡിൽ നോക്കുമ്പോൾ പശുവിൻ്റെ രൂപം. ഇതിൻ്റെ ബേസ്മെൻ്റാണ് ഈ ബ്ലൂയിഷ് വാട്ടർ പോലെ നമുക്ക് തോന്നുന്നത്. അവരെല്ലാം ഇതിനെ ഒരു പാഷനായിട്ടാണ് കാണുന്നത്, ഒരു ജോലിയായിട്ടല്ല. എന്തായാലും ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി. ഇവിടുത്തെ തിമിംഗലങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. തിമിംഗലകളെയും സീലുകളെയും ഒരുപാട് വേട്ടയാടിയിരുന്നു. നിശ്ചലമായിട്ടാണ് ഇരിക്കുന്നത്. മറ്റ് കൂട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ലൊരു അട്രാക്ഷനാണ് തോന്നുന്നത്. ഞങ്ങളുടെ ലാസ്റ്റ് അന്റാർട്ടിക്കയിലെ ലാൻഡിംഗ് പ്ലേസാണ് വിക്കേൽസൺ ഹാർബർ. ഞങ്ങളിപ്പോൾ ബോട്ടിൽ കയറി. ഇപ്പോൾ ബോട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ഇതിലൂടെ സഞ്ചരിച്ച് ഹാർബറിൽ ചെല്ലാം. ഈ കപ്പലിലെ യാത്രക്കാർക്ക് അവർക്ക് സ്വന്തമായിട്ട് ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ചെറിയ ബോട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന 2 പേര് അതിൽ കയറി അവരെ ബോട്ടുമായിട്ട് ഇപ്പോൾ ഞങ്ങളുടെ പറയാം. അപ്പോൾ അവിടെ വെയിലിനെ കണ്ടു. അത് ഹംബാക്ക് വെയിലാണ്, 2 എണ്ണം ഉണ്ട്. അപ്പോൾ അത് കാരണം ഞങ്ങളുടെ ബോട്ട് വളരെ സുഖം. നല്ല ഒരു വ്യൂ ആണ്. ആ കാണുന്ന ഗ്ലേസിയേഴ്സിൻ്റെ താഴെയുള്ള ഐസ്ബർഗ്സിൽ 4ഓളം സീലുകൾ അവിടെ കിടക്കുന്നുണ്ട്. ഈ സീലുകൾ ഭയങ്കര മടിയന്മാരാണ്. ഏത് നേരം കിടക്കുകയാണ്. ഈ കരയോട് അടുത്ത് കിടക്കുന്ന കാരണം ഈ കടലിൻ്റെ അടിത്തട്ട് നമുക്ക് കാണാം. ഈ സീലുകൾ അവരുടെ ഭക്ഷണം ഈ സമുദ്രത്തിൽ കാണുന്ന ഒരുതരം ക്രീൽ എന്ന് പറയും. ആ ക്രീൽ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ചെറിയ കൊഞ്ച് അതുപോലത്തെ സാധനമാണ്. അത് കൂടാതെ തന്നെ ഇച്ചിരി വലിപ്പമുള്ള സീലുകൾ പെൻഗുനെയൊക്കെ ഇടയ്ക്ക് എടുത്ത് അടിച്ചു കളയും. ഇതാണ് ഇവന്മാരുടെ പ്രധാനപ്പെട്ട ഭക്ഷണം. ആ കാണുന്നത് ജിൻഡോ പെൻഗുൻസാണ്. ഇവരെല്ലാം കൂടെ കൂട്ടമായിട്ടാണ് നിൽക്കുന്നത്. അവർ കൂട്ടമായിട്ട് ഭക്ഷണം തേടാനും അല്ലെങ്കിൽ അവർ എല്ലാവരും കൂടെ ഒരു കുടുംബമായിട്ട് നിൽക്കാൻ വേണ്ടിയാണ് അവരെപ്പോഴും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത്. ഈ കാണുന്ന സോഡിയാക്ക് ബോട്ടിലെ ആ ഇരിക്കുന്ന കപ്പലിലെ ക്യാപ്റ്റൻ അദ്ദേഹവും ഞങ്ങളോടൊപ്പം അല്പം ഒന്ന് ആഘോഷമാക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളത്. ഞങ്ങൾ വിക്കൽസൺ ഐലൻഡിലേക്ക് പോകുന്ന വഴി വെയിൽസിനെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്, ഈ ഏരിയ വന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം കുറേ അധികം ഇവിടെ കറങ്ങിയ ശേഷം ഇദ്ദേഹത്തിനോട് ഞങ്ങൾ പരിചയപ്പെട്ടപ്പോഴാണ് പറഞ്ഞത് ഞങ്ങളിങ്ങനെ വീഡിയോ എടുക്കാനും അതിൻ്റെ കണ്ടന്റ് ഷൂട്ട് ചെയ്യാനൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാനിവിടെ നിർത്തിത്തരാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ ബോട്ട് ഇവിടെ നിർത്തിയിരിക്കുക. നല്ല എന്താ പറയുക, ചെറിയ തിരമാലകളുള്ളതുകൊണ്ട് നല്ല സുഖകരമായ ഈ ബോട്ടിൽ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. പിന്നെ നല്ല തണുത്ത കാറ്റ്, ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊക്കെ അറിയാതെ കവിതകളൊക്കെ വിരിഞ്ഞു പോകും. ഒരു പശുവിൻ്റെ രൂപമാണോ എന്നറിയാൻ പറ്റില്ല. പുറകെ നോക്കുമ്പോൾ തവള, സൈഡിൽ നോക്കുമ്പോൾ പശുവിൻ്റെ രൂപം. എന്താണെങ്കിലും ഇത് ഓരോ ആംഗിളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ വേറെ വേറെ രൂപങ്ങളാണ് തോന്നുന്നത്. അപ്പോൾ താഴോട്ടുള്ള ആ ഭാഗം, ഇതിൻ്റെ ബേസ്മെൻ്റാണ് ഈ ബ്ലൂയിഷ് വാട്ടർ പോലെ നമുക്ക് തോന്നുന്നത്. ഇവർ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ജോലിയായിട്ട് മാത്രമല്ല ഇവർ കാണുന്നത്, ഇവർക്കിതൊരു പാഷനാണ്. കാരണം അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ സംസാരിച്ചു അദ്ദേഹം പറഞ്ഞത്, ഞാൻ അന്റാർട്ടിക്കൻ ട്രിപ്പ് വരുന്നത് എനിക്ക് ഇവിടുത്തെ ഈ പ്രകൃതി സൗന്ദര്യവും ഈ മനോഹാരിതയും ഭയങ്കരമായ ഇഷ്ടമാണ്. അതുകൂടാതെ തന്നെ ഈ കപ്പലിൽ ഓരോ പ്രാവശ്യവും വരുന്ന പുതിയ ആളുകൾ, പുതിയ കോണ്ടിനെന്റിൽ നിന്നും വരുന്ന ആളുകൾ, എനിക്ക് അവരെ പരിചയപ്പെടാൻ പറ്റും, അവരുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റും. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം മാത്രമല്ല, ഇതിലെല്ലാം ഓരോ ടീമും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. അവരെല്ലാം ഇതിനെ ഒരു പാഷനായിട്ടാണ് കാണുന്നത്, ഒരു ജോലിയായിട്ടല്ല. അപ്പോൾ ഇവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, ഇവരിപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഉഷാവയിൽ നിന്ന് ഞങ്ങൾ പോകുന്ന ഇത് 12ാമത്തെ ദിവസമാണ്.
ഞങ്ങളിവിടുന്ന് തിരിച്ച് ഇനി ചെല്ലുമ്പോൾ 16-ാം തീയതി ചെല്ലും. 16-ാം തീയതി ഞങ്ങൾ ചെന്ന് കഴിയുമ്പോൾ വൈകിട്ട് അടുത്ത ട്രിപ്പ് 17 ദിവസത്തെ ട്രിപ്പുമായിട്ട് ഈ കപ്പൽ വീണ്ടും പോകും. അങ്ങനെ ഇവർക്ക് 2 ട്രിപ്പ് കപ്പലിൽ വർക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് ഒരു ട്രിപ്പിനുള്ള അവധി അവർക്ക് കിട്ടും. അത് കഴിഞ്ഞ് വീണ്ടും വന്ന് ഇവർ ജോയിൻ ചെയ്യണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് എന്താണ് പറയുന്നത്, ഇതിനോടുള്ള ആ സ്നേഹം അല്ലെങ്കിൽ ആ പാഷൻ, ക്രേസി, അതാണ് ഒരു ഡിവോട്ടേഷൻ. ഇതാണ് ഈ കപ്പലിലെ ടീമിലുള്ള എല്ലാ അംഗങ്ങൾക്കും. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേകത തന്നെ. ഇവിടുത്തെ തിമിംഗലങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവന്മാരെ നമ്മളെ പലപ്പോഴും കളിപ്പിച്ച് കളയും. കാരണം നമ്മുടെ ഒരു അടുത്ത് വന്നിട്ട് ഈ നൊരിയിടും. നമ്മളൊരു അങ്ങോട്ട് നോക്കിയിരിക്കും, ഉടനെ മുങ്ങിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകും. അപ്പോൾ നമ്മൾ ഈ ബോട്ടുമായിട്ട് ഇങ്ങനെ ഇവന്മാരെ നോക്കി നടക്കുമ്പോൾ കുറേയേറെ സമയം പോകും. പിന്നെ ഏതെങ്കിലും ഒരു സമയത്ത് അവന്മാരെ നമുക്കൊരു ദർശനം തരും. ഇതാണ് ഇവിടുത്തെ തിമിംഗലങ്ങളുടെ പതിവ് പരിപാടി. നമുക്കെല്ലാം ലയണൽ മെസ്സി അറിയാമല്ലോ, എല്ലാവരുടെയും ആരാധ്യ പുരുഷനാണ്. അദ്ദേഹത്തിൻ്റെ നാട് അർജൻറ്റീന. അർജൻറ്റീനയിൽ നിന്നുള്ളതാണ് ഈ മൗഡോ. ഞങ്ങൾക്ക് തിരിച്ച് ഐലൻഡിലേക്ക് പോകേണ്ടതാണെങ്കിലും മൗഡോ ഒരു തിമിംഗലത്തിൻ്റെ നൊര കണ്ടപ്പോൾ കുറേയേറെ നേരം അവിടെ നിർത്തിയിട്ടു. അതിൻ്റെ കാരണം ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങളത്തെ ലാസ്റ്റ് ഡേ ആണ്, ഈ തിമിംഗലത്തെ നന്നായിട്ട് കാണണം എന്ന് പറഞ്ഞപ്പോൾ മൗഡോ ഞങ്ങൾക്ക് അവിടെ ബോട്ട് നിർത്തിയിട്ട് തിമിംഗലത്തെ അവൻ പല പ്രാവശ്യം ഇങ്ങനെ വെട്ടിച്ച് നടന്നെങ്കിലും അവൻ്റെ നല്ല ഒരു വിരിഞ്ഞ ഒരു കാഴ്ച നമുക്ക് സമ്മാനിച്ചു. അത് കഴിഞ്ഞപ്പോൾ മൗഡോയ്ക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. എന്തായാലും ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി. അത് നോക്കിയാൽ നമ്മുടെ കപ്പൽ ആൽബട്രോസ് ഈ മഞ്ഞുമലയുടെ കീഴിൽ കടലിലാക്കി കിടക്കുന്നത് വളരെ ചെറുതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ എന്തുമാത്രം വലിപ്പമാണ് ഇവിടെയുള്ള ഈ മഞ്ഞുമലകൾക്ക്. A captain that was hunting seals and whales. Right behind me, there's lots of whale bones, and as I said, there is a sick whale among them. See if you can find it. ഒരു നൂറ്റാണ്ട് മുമ്പ് ഇവിടെ താമസിച്ച തിമിംഗല സീലും വേട്ട നടത്തിക്കൊണ്ടിരുന്ന ക്യാപ്റ്റൻ മിക്കേൽസൺ. ഈ അന്റാർട്ടിക്കയിൽ ആദ്യമായി വരുന്ന ഒരു സ്ത്രീയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ കരോലിൻ. അദ്ദേഹം ഇവിടെ താമസിച്ച് തിമിംഗലകളെയും സീലുകളെയും ഒരുപാട് വേട്ടയാടിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഐലൻഡിന് മിക്കേൽസൺ ഹാർബർ എന്ന് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഇത് അന്റാർട്ടിക്കയിലെ ഒരു പ്രധാനപ്പെട്ട ലാൻഡിംഗ് പ്ലേസാണ്. ഈ വഴി കാണുന്ന ഈ ചുവന്ന ഷെയ്ഡ് ഇവിടെ വസിക്കുന്ന ആയിരക്കണക്കിന് പെൻഗ്വിൻസിൻ്റെ കാഷ്ടങ്ങളാണ്. ഈ മഞ്ഞിൽ നമ്മൾ ഒരു വഴിത്താരയുണ്ട്. ആ വഴിത്താര വിട്ട് മാറിക്കഴിയുമ്പോൾ പല മഞ്ഞിൻ്റെയും അടിയിൽ ആഴത്തിലുള്ള കുഴികളുണ്ട്. നമ്മൾ അറിയത്തില്ല. നമ്മൾ നേരെ ചെന്ന് ചവിട്ടും, ഭയങ്കരമായി താഴോട്ട് പോകും. ചിലപ്പോൾ ഒരു ആൾ താഴ്ചയുള്ള കുഴികൾ വരെയുണ്ട്. മനുഷ്യരുടെ ചെറിയ സൗണ്ട് മാത്രമേ ഉള്ളൂ, പക്ഷെ പ്രകൃതി നിശ്ചലമാണ്. നോക്കി ആ വലിയ മഞ്ഞുമലയും അതിൻ്റെ താഴ്വാരത്തുള്ള ആ ജലവും നിശ്ചലമായിട്ടാണ് ഇരിക്കുന്നത്. ഒരു ശാന്ത സുന്ദരമായ ഒരു പ്രദേശത്താണ് നമ്മൾ എത്തിയ ഒരു പ്രതീതി നമുക്ക് ഉണ്ടാകുന്നത്. ചെറിയ പാറപ്പുറത്ത് ഒരുത്തനിങ്ങനെ കിടക്കുന്നു. മറ്റു കൂട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ലൊരു അട്രാക്ഷനാണ് തോന്നുന്നത്. Namaste, India. Namaste, India. Yeah, my name is Premanand. You are the captain of the ship, and we are very pleasure to see here, and we are very satisfaction about with your spending moments, and you say some little words
the Indians. Yeah, keeping going one of the best on the earth, and very kind and good people and good souls all over around. Keep it going. You're the best. ഞാൻ പല കപ്പലിലും സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയധികം ഒരു ക്യാപ്റ്റനുമായിട്ട് ഇങ്ങനെ അടുത്ത് പരിചയപ്പെടാനും ഇങ്ങനെ നിൽക്കുവാനും ഫോട്ടോ എടുക്കാനും പറ്റിയ ഇദ്ദേഹമായിട്ടാണ്. എൻ്റെ താങ്ക് യു ഫോർ യുവർ കോർപ്പറേഷൻ. Thank you. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അന്റാർട്ടിക്ക എക്സ്പെഡീഷൻ കപ്പൽ ആൽബട്രോസിൻ്റെ ഓഷ്യൻ വിക്ടറിയിൽ ഈ അന്റാർട്ടിക്കയിലുടനീളം സഞ്ചരിക്കുകയാണ്. ഇത് അവസാനത്തെ ലാൻഡിംഗ് പ്ലേസാണ് ഞങ്ങളുടേത്. ഇതിൻ്റെ പേര് വിക്കൽസൺ ഹാർബർ എന്നാണ്. ഈ അന്റാർട്ടിക്ക എന്ന് പറയുന്ന ഒരു ദൈവത്തിൻ്റെ ലോകത്തിൻ്റെ പാരിസ്ഥിതികയ്ക്ക് വേണ്ടി അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ദൈവ നിർമ്മിതിയാണ് അന്റാർട്ടിക്ക എന്ന ഭൂഖണ്ഡം. ഇപ്പം ഞാൻ പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ട്. ഒരുപാട് കാഴ്ചകളും ഒരുപാട് യാത്രാനുഭവവും എനിക്കുണ്ട്. പക്ഷേ ഞാൻ ഈ അന്റാർട്ടിക്കയിൽ ഈ യാത്ര ചെയ്യാൻ തുടങ്ങി ഈ അന്റാർട്ടിക്കയിലെ വിവിധ പ്രദേശങ്ങളിൽ സഞ്ചരിക്കുകയുണ്ടായി. ഈ സഞ്ചാരത്തിനിടയ്ക്ക് ഓരോ ലാൻഡിംഗ് പ്ലേസും അല്ലെങ്കിൽ ഓരോ യാത്രയിലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ ഒരുപാട് ഇരട്ടി അത്ഭുത കാഴ്ചകൾ ഇതൊക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ അന്റാർട്ടിക്ക യാത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് ലോകത്തൊരിടത്തും കിട്ടാത്ത ഏറ്റവും പ്രകൃതിദത്തമായ ഒരു അവിസ്മരണീയമായ ദൃശ്യങ്ങളും അനുഭവങ്ങളും നമുക്ക് സമ്മാനിക്കും. ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ അന്തേവാസികളാണ് പെൻഗ്വിൻസ്. ഈ ഓരോ സ്ഥലത്തും ഇറങ്ങുമ്പോൾ ഇവിടുത്തെ പല ടൈപ്പിലുള്ള പെൻഗ്വിൻസിനെ ഈ പെൻഗ്വിൻസിൻ്റെ ജീവിതം കാണുമ്പോൾ എത്ര സുന്ദരമായ ജീവിതമാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. ഏതെങ്കിലും ഒരവസരത്തിൽ അന്റാർട്ടിക്കയിൽ യാത്ര ചെയ്യാൻ അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഈ യാത്ര അനുഭവം വെച്ച് എനിക്കിവിടെ കിട്ടിയ അനുഭവങ്ങൾ വെച്ചിട്ട് ഞാൻ പറയുകയാണ്, ആ യാത്ര ഒരിക്കലും നമ്മൾ പാഴാക്കി കളയരുത്. അതിൻ്റെ കാരണം ഓരോ നിമിഷങ്ങളിലും നമ്മളെ വിസ്മയിപ്പിക്കുന്ന, നമ്മളെന്താണോ പ്രതീക്ഷിക്കുന്ന അതിൻ്റെ അപ്പുറമുള്ള ആ കാഴ്ചകൾ, വിസ്മയങ്ങൾ നമുക്ക് സമ്മാനിക്കാൻ പറ്റുന്ന ജീവിതത്തിലെ ഏറ്റവും അസുലഭമായ അനർഘ നിമിഷങ്ങളായിരിക്കും അന്റാർട്ടിക്ക യാത്രയെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഞങ്ങൾ ഇവിടുത്തെ ആ കാഴ്ചകളെല്ലാം കണ്ടു, ആസ്വദിച്ചു, വളരെയധികം മനം നിറഞ്ഞു. ഇനി താഴെയുള്ള സോഡിയാക്ക് ബോട്ടിലേക്ക് പോവുകയാണ്. ഇനി കപ്പലിലേക്കാണ്. കപ്പലിൽ നിന്ന് വിട്ട് ഇനി 2 ദിവസം ഡ്രഗ് പാസേജ് കഴിഞ്ഞിട്ടാണ് ഉഷാവയിൽ ഞങ്ങൾ എത്തിച്ചേർന്നത്. ഈ 2 ദിവസം മയക്കമായിരിക്കും. ഞാൻ തായ്ലൻഡിൽ പോയി ടോമിയൻ സൂപ്പ് കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ വകഭേദം, അത് അർജന്റീനൻ വൈനാണ്. കുറേ കൂടെ ടേസ്റ്റ്ഫുള്ളായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ക്ലൗഡിയ എക്സ്പെഡിഷൻ ടീമിൻ്റെ കോർഡിനേറ്ററാണ്. കപ്പലിലുടനീളം എനിക്ക് കാണാൻ കഴിഞ്ഞൊരു വലിയൊരു പ്രത്യേകത, ഈ കപ്പലിനാകെ 9 ഡെക്കാണ്. ഇത് മൊത്തത്തിലുള്ള ഇന്ത്യയിൽ വളരെ സിമ്പിളും എന്നാൽ നല്ല ഭംഗിയുള്ളതാണ്. കഴിഞ്ഞ 12 ദിവസത്തെ അന്റാർട്ടിക്കൻ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തുക. ഇവിടുന്ന് പോകുമ്പോൾ ഒരു ചെറിയ വിഷമമുണ്ട്.